നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക്. ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. സ്പൈസിയാണ്, അതേസമയം ടേസ്റ്റിയുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് ഏകദേശം 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത്, പച്ചമുളക്, മല്ലിയില, ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത്, എല്ലാം തീരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. കുട്ടികൾക്ക് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് ഒഴിവാക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കേണ്ടതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള ബ്രെഡാണ് എടുക്കണമെങ്കിൽ ഉപ്പ് ഒരു ഇത്തിരി കൂടുതൽ ചേർക്കാം, ഉപ്പും എരിവും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മുളക് പൊടി ചേർക്കുന്നത് കാരണം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഉപ്പ്, എരിവ് അതൊക്കെ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിലായിരിക്കണം ഈ ബാറ്റർ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. സ്പൂണോ ഫോർക്കോ വിസ്കോ എന്താ നമുക്ക് സൗകര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് ചെയ്യാം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുമിച്ച് ഒഴിക്കരുത്. ഇപ്പോൾ ഇതാ മാവ് തയ്യാറായിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഒരല്പം കടലമാവും കൂടെ ചേർത്തിട്ട് ആ അളവ് കറക്റ്റാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീരെ കുറഞ്ഞാലും നമുക്കതിൽ മുക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിതമായ അളവിൽ വെള്ളം ചേർക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണം നമുക്ക് ഈ ബാറ്റർ കിട്ടാൻ. ഇഡ്ഡലി മാവൊക്കെ ഉണ്ടൊക്കെ ആ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് ഇതിൽ മുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കാം. ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ഒരു 4 കഷ്ണാക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് കട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു 4 കഷ്ണാക്കിയിട്ട് എടുക്കാം. ബ്രെഡിൻ്റെ അരികൊന്നും കളയേണ്ട ആവശ്യമില്ല, നമുക്കത് മുഴുവനായിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ മധുരമുള്ള ബ്രെഡോ മധുരം ഇല്ലാത്തതോ ഏതാ നമ്മുടെ അതിൽ ബ്രൗൺ ബ്രെഡോ ഏതാ നമ്മുടെ സൗകര്യത്തിന് അതിനനുസരിച്ച് എടുക്കാം. ഏത് ബ്രെഡായാലും കുഴപ്പമില്ല. അപ്പോൾ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വറുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതോ ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതെടുക്കാം. ഏതിലായാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കാൻ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പൈസിയുമാണ് ടേസ്റ്റിയുമാണ്. അങ്ങനത്തെ ഒരു ബ്രെഡ് റോസ്റ്റാണത്. ബ്രെഡ് പക്കോട എന്നും പറയും ഇതിന്. നമുക്ക് ഓരോ ബ്രെഡ് പീസായിട്ട് ഈ മാവിൽ മുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. ബ്രെഡ് അധികം നേരം ഇതിൽ മുക്കി വെക്കരുത്, മുക്കി വെച്ചാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ മാവിൽ മുക്കി അപ്പം തന്നെ എടുക്കണം. എല്ലാ വശത്തും മാവാക്കി അപ്പം തന്നെ എടുക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ഇപ്പം ഗസ്റ്റ് വരുമ്പോഴായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതൊരു വശമായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. കാണുമ്പോൾ തന്നെ അറിയാം കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട് അത്. അതുപോലെ എല്ലാം നമുക്കത് മറിച്ചിടാം. ഈ വശം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കോരിയിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ബ്രെഡ് 2 വശവും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കേണ്ടത്. ഇതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം നമുക്ക്. ഇത് എണ്ണയൊന്നും ഒരുപാട് കുടിക്കില്ല. നമുക്കറിയാം എണ്ണയുടെ അളവൊന്നും കുറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനു മുമ്പായിട്ട് ഇതിൽ മാവിൻ്റെ അംശമുള്ളതൊക്കെ നമുക്കൊന്ന് ഒരു സ്പൂണിലേക്ക് മാറ്റാം. ബ്രെഡ് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. തീ കുറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. തീ നമുക്കൊരു മിതമായ ചൂടിൽ തന്നെ ഇടാം.
പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. നമ്മൾ കടലമാവിലായതുകൊണ്ട് ഇത് ഇത്ര പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ബാക്കിയും കൂടെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടു. ഇതെല്ലാം കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബ്രെഡ് കട്ട് ചെയ്ത് ഇതിൽ മുക്കിയെടുക്കുക. അത്ര സമയം അതിന് ആവശ്യമുള്ളൂ. എല്ലാ വശവും മറിച്ചിടാം. കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. ബാക്കിയും കൂടെ തയ്യാറാക്കാം. ഇതും കൂടെ നമുക്ക് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഒരു 2.5 പീസ് ബ്രെഡാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത്. ടോട്ടൽ 10 കഷ്ണം. എൻ്റെ അരികോ വക്കോ ഒന്നും കളയണ്ട, അതുപോലെ തന്നെ നമുക്ക് എടുക്കാം. ഇതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.